മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എനിക്കധികം കുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഉച്ചയ്ക്ക് ഞാൻ നെട്ടയത്ത് പോകുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് വരാൻ 10-11 മണിയാവും. അപ്പോൾ അവൾ വന്നിട്ടില്ല, എന്തായാലും നെട്ടയത്ത് പോകാൻ പറ്റുള്ളൂ. അതുവരെ വെറുതെ ഇരിക്കണ്ടെന്ന് കരുതി ഞാൻ ഫ്രിഡ്ജ് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ ഇരിക്കേണ്ടെന്ന് കരുതിയിട്ടല്ല, ഫ്രിഡ്ജ് ആകെ വൃത്തികേടായിട്ട് കിടപ്പുണ്ട്. 2-3 ദിവസമായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ ക്ലീനിങ് ഒന്നും നടക്കുന്നില്ല, അതാണ് സത്യം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നാളെ ഇഡ്ഡലിക്കും ദോശയ്ക്കും വേണ്ടിയിട്ടുള്ള മാവ് അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അരി ഉഴുന്നും. അപ്പോൾ അത് അരച്ചെടുത്താൽ ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള സ്പേസ് കൂടിയില്ല. ഫ്രിഡ്ജ് ഒന്ന് ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ അത്യാവശ്യം സ്പേസൊക്കെ കിട്ടും കേട്ടോ. അരി ഉഴുന്നും വയ്ക്കാനുള്ള സ്പേസും ബാക്കി സ്പേസും കിട്ടും, അതാണ് സത്യം. അപ്പോൾ എന്തായാലും കരുതുന്നു ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ അധികം ഒരുപാട് വേസ്റ്റ് സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറില്ല. കുക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന സാധനങ്ങളൊന്നും അങ്ങനെ അധികം ഞാൻ വയ്ക്കാറില്ല. ഇന്നിപ്പോൾ ബാക്കി വന്നാൽ എടുത്ത് വേസ്റ്റ് കളയാറാണ് പതിവ്. കാരണം ഇവിടെ ആരും അടുത്ത ദിവസത്തത് കഴിക്കത്തില്ല. പിന്നെ അടുത്ത ദിവസം അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോഴും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ അധികം സൂക്ഷിക്കാറില്ല. പിന്നെ പിറ്റേ ദിവസം ആരെങ്കിലും കഴിക്കുമെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഫ്രിഡ്ജിൽ സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വയ്ക്കാറുള്ളൂ. അതുകൊണ്ട് അധികം വേസ്റ്റ് കളയേണ്ടി വരില്ല. പക്ഷേ വെജിറ്റബിൾസൊക്കെ വാങ്ങിയത് അങ്ങനെ തന്നെ ചിലപ്പോൾ നമ്മൾ എടുക്കാതെയൊക്കെ കിടപ്പുണ്ട്, അതെല്ലാം ചീത്തയായി കിടപ്പുണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ വെജിറ്റബിൾസ് സെക്ഷനിൽ കുറച്ച് കളയാനൊക്കെ ഉണ്ടാവും. വേറെ ഒന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഞാൻ ഈ പയറ് പരിപ്പ് പോലുള്ള സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത്. കാരണം കുറേ വാങ്ങുമ്പോൾ 1 കിലോ ഒക്കെ വാങ്ങും, അത് അത്രയും പെട്ടെന്ന് ചിലവാകത്തില്ല. ഒന്നാമത്തെ കാരണം നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഒന്നും എടുക്കത്തില്ല. അപ്പോൾ ഒരുപാട് ദിവസം പുറത്തിരുന്നാൽ ചീത്തയാവും. ഫ്രിഡ്ജിലാകുമ്പോൾ എത്ര നാൾ, 1 വർഷമോ 2 വർഷമോ 3 വർഷം വരെ വേണമെങ്കിലും ഇരിക്കും. അതുകൊണ്ട് പയറ് പരിപ്പ് കടല എല്ലാം ഫ്രിഡ്ജിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ സ്പേസ് കുറവുണ്ട്. സ്പേസ് കുറവെന്ന് പറഞ്ഞാൽ എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം ഏതെങ്കിലുമൊക്കെ സാധനം കയ്യിൽ കിട്ടുമ്പോൾ അതിനെല്ലാം എടുത്ത് ഇങ്ങനെ അടുക്കി പറക്കി ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ലാതെ വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഒട്ടും സ്പേസ് ഇല്ലാതെ തോന്നും. അതുകൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഇതെല്ലാം അടുക്കി പറക്കിയൊക്കെ വയ്ക്കുമ്പോൾ അത്യാവശ്യം സ്പേസ് കിട്ടും, അരി ഉഴുന്നും വയ്ക്കാനുള്ള സ്പേസ് കിട്ടും, ഫ്രിഡ്ജ് ക്ലീൻ ആവും, നീറ്റാവും. അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലൂടെ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് വൃത്തിയാകുകയും ചെയ്യും, ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത്രയേറെ സ്പേസ് ഈ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, എന്നിട്ടാണ് ഫ്രിഡ്ജ് കുത്തിഞ്ഞെരിയതുപോലെ ഇരുന്നത് എന്ന് നമ്മൾ വിചാരിച്ചു പോകും. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ശ്രീകുട്ടി ഡയറ്റൊക്കെ നിർത്തിയോ, വീണ്ടും വണ്ണം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഡയറ്റ് നിർത്തി, പക്ഷേ വണ്ണം വെച്ചോ എന്നറിയില്ല. സ്റ്റിൽ ആ വെയിറ്റ് തന്നെ നിൽക്കുകയാണ്, 55 തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. മാക്സിമം 55 വരെ എപ്പോഴും പോകാറുണ്ട്. അതിൽ കൂടുതൽ ഇപ്പോൾ പോകുന്നില്ല. മുന്നേ 52 വരെ പോയതാണ്, ഇപ്പോൾ 55 വരെ പോകുന്നുള്ളൂ. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കട്ട ഡയറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കെ വരും കേട്ടോ. കല്യാണമോ പാല് കാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അവിടെ പോയിട്ട് എന്തായാലും ഒന്ന് കൈ നനയ്ക്കാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ കൈ നനച്ചാൽ തീർന്നു കേട്ടോ. പിന്നെ ആ കൈ നനപ്പിലായിരിക്കും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന, ഡയറ്റിലായിരിക്കില്ല. നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് ഡയറ്റ് എന്ന് പറയുന്നതെന്ന്. അത് ഒരു വളരെ മോശം ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ എപ്പോഴും ഈ ഡയറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതെനിക്കും അറിയാം, പക്ഷെ പറഞ്ഞു പോകുന്നു. ഇപ്പോൾ തന്നെ ഇതേ സൺഡേ 2 കല്യാണമുണ്ട്, ഓരോ ആദ്യ കുർബാന ചടങ്ങുണ്ട്. അപ്പോൾ ഇതിനെല്ലായിടത്തും പോകണ്ടേ, അവിടെ എല്ലാം ചെന്ന് കൈ നനയ്ക്കണ്ടേ? കൈ നനച്ചാൽ തീർന്നു പരിപാടി. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നതാണ്. ഡയറ്റ് അങ്ങോട്ട് ഒറ്റയ്ക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. എന്തായാലും നമ്മുടെ ഫ്രിഡ്ജെല്ലാം കുറച്ച് സമയത്തെ പരിശ്രമത്തിനൊടുവിൽ വൃത്തിയായിട്ടുണ്ട്. രാവിലെ എണീറ്റ് തുടങ്ങിയതാട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെയൊന്നും അല്ല കേട്ടോ. ഞാൻ എഴുന്നേറ്റൊക്കെ വന്നപ്പോൾ 8 മണിയായി. എന്നിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ പുറകെ കയറിയത്. എന്നിട്ടൊരു കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും എണീറ്റ് വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ കുറച്ച് ബിരിയാണി വാങ്ങിയതുണ്ടായിരുന്നു, അതിനെ ചൂടാക്കി കഴിച്ചു. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമില്ലാത്ത ഞാൻ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബിരിയാണി ആയതുകൊണ്ട് ഞാനും കഴിച്ചു കേട്ടോ. ഇനി ലഞ്ച് നെട്ടയത്തു നിന്നാണ്. അമ്മയെ വിളിച്ച് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ എത്തുന്നു. നെട്ടയത്ത് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പോൾ കാറ് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. തിരിച്ച് അമ്മ ഊബർ വിളിച്ചാണ് പോയത്. കാർ ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ തിരിച്ച് കാറ് കൊണ്ടിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനും വേദയും കൂടി. അപ്പോൾ ഞാൻ കരുതി കാറ് കൊണ്ടിട്ടിട്ട് ഉച്ചയ്ക്ക് അവിടെ നിന്ന് കൂടെ കഴിച്ചിട്ട് വരാമെന്ന് കരുതിയാണ് പോകുന്നത്. അതെന്താ സംഭവം എന്നറിയോ, അമ്മ വരുമ്പോൾ വാന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരും. പിന്നെ തിരിച്ചു പോകുന്ന സമയം എനിക്ക് പോകണം എന്ന് അമ്മ പറയുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ കൊണ്ടാക്കാൻ പറ്റില്ല. എൻ്റെ സൗകര്യത്തിനേ ഞാൻ കൊണ്ടാക്കത്തുള്ളൂ. പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ സൗകര്യത്തിന് പോകണം. അതുകൊണ്ട് അമ്മ ഊബർ വിളിച്ച് പോകും. കാർ എപ്പോഴും ഞാൻ തിരിച്ച് കൊണ്ടിടുന്നത് അമ്മ പോയി 2 ദിവസമൊക്കെ കഴുകിയിട്ടായിരിക്കും. അങ്ങനെ ഞാനും വേദയും കൂടി നെട്ടയത്തേക്ക് പോവുകയാണ്. ഇപ്പം സമയം ഒരു 12 മണിയൊക്കെ ആവും കേട്ടോ. രാവിലെ വേദ എണീറ്റ് വന്നപ്പോൾ 10 മണിയായി. ഞാൻ ഫ്രിഡ്ജ് ക്ലീനിങ്ങും കുളിയും നനയും
പണിയും ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നപ്പോഴേക്കും 11 മണിയൊക്കെ ആയിട്ടോ. വെള്ളമേ ഇതിന് ഇടയ്ക്ക് ഒരു ദിവസം വന്നായിരുന്നേ, വീണ്ടും 2-3 ദിവസമായിട്ട് വെള്ളം ഈ ഏരിയയിലെങ്ങും ഇല്ല. അപ്പോൾ ഈ വെള്ളമെല്ലാം അടിച്ച് മുകളിൽ കയറ്റണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും 12 മണിയായേ. ഞാൻ പറഞ്ഞില്ല, ഞാനെന്നല്ല ആരിനി എത്ര വീഡിയോ ഇട്ടിട്ടോ അവർ പറയാൻ നടന്നിട്ടോ ഒരു കാര്യമില്ല. അവർക്ക് തോന്നിയാൽ അവർ വെള്ളം തരും, അല്ലെങ്കിൽ തരത്തില്ല. അങ്ങനെ ഞങ്ങൾ നേരെ നെട്ടയത്തെത്തിയപ്പോൾ അമ്മ ഭയങ്കര ജോലിയിലാട്ടോ. അമ്മയ്ക്ക് നിറയെ പിക്കിൾസിൻ്റെ ഓർഡർ ഇപ്പോൾ ഒരുപാട് മുന്നത്തെക്കാട്ടി കൂടുതൽ വരുന്ന നമ്മുടെ ആ വിവാദമായ വീഡിയോ കണ്ടിട്ടാന്ന് തോന്നുന്നു അമ്മയ്ക്ക് നിറയെ ഓർഡേഴ്സ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പിക്കിളിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് തന്നെ ആവശ്യമില്ലാണ്ട് വിളിക്കരുത്, പിക്കിളിൻ്റെ ഓർഡറിന് മാത്രമേ വിളിക്കാവൂ എന്ന് പറഞ്ഞിട്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. വീണ്ടും ഞാൻ എടുത്ത് പറയുന്നുണ്ട്, വീണ്ടും ഞാൻ പിക്കിളിൻ്റെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ അന്ന് കുറേ കമൻസ് ഉണ്ടായിരുന്നു, അമ്മ പിക്കിൾ പൂട്ടിക്കെട്ടി പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിറയെ കമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പഴയതിലും ഗംഭീരമായിട്ട് അമ്മയുടെ പിക്കിൾ ബിസിനസ് നടക്കുകയാണ്. ഇന്ന് അമ്മ ശരിക്കും, ഞാൻ രാവിലെ അമ്മ ഇന്ന് കാറിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് അമ്മയ്ക്ക് വീണ്ടും കുറച്ച് പിക്കിളിൻ്റെ ഓർഡർ വന്നു, ബീഫിൻ്റെയും മീനിൻ്റെയൊക്കെ. അപ്പം നമ്മൾ ഓർഡർ വരുന്നതിനനുസരിച്ച് മാത്രമേ എടുത്തുള്ളൂ. എത്ര ബൾക്കായിട്ട് വന്നാലും അത് കണക്കാക്കി മാത്രമേ മീനായാലും ബീഫായാലും വാങ്ങിയിടത്തുള്ളൂ. അല്ലാതെ ഓൾറെഡി ഇട്ട് വെച്ചിരിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുറേ ഓർഡർ വന്നപ്പോൾ അമ്മ ഇന്നലെ വൈകിട്ട് തന്നെ ഇങ്ങനെ തിരിച്ച് വന്നതാണേ. അപ്പോൾ എന്തായാലും ആ വീഡിയോ നെഗറ്റീവായിട്ട് കണ്ടിട്ടാണെങ്കിലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് അമ്മയുടെ ബിസിനസ് കുറച്ചുകൂടെ അതിഗംഭീരമാക്കി തന്നതിൽ താങ്ക്സ്. അപ്പോൾ അമ്മയ്ക്ക് ബീഫിൻ്റെയും മീനിൻ്റെയൊക്കെ പിക്കിൾ ബിസിനസ് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ നമ്പർ ഷെയർ ചെയ്തേക്കാം. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഒരുപാട് പേര് ശ്രീകുട്ടിയോട് സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് ആ ഫോണിൽ വെറുതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. അത് അമ്മ യൂസ് ചെയ്യുന്ന ഫോണാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ നിരന്തരം ശ്രീകുട്ടിയോട് സംസാരിക്കാനെന്നൊക്കെ പറഞ്ഞ് കോള് വന്നാൽ സംസാരിക്കാനെന്ന് മാത്രമല്ല പല ആവശ്യങ്ങൾ പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര നമുക്കൊരു ശല്യമാണ്. 1-2 പേരല്ല, ഈ വീഡിയോ കുറേ പേര് കാണും, കൂടിയത് ഒരു 10,000 പേരെങ്കിലും കാണും. അതിലൊരു 5,000 പേര് വിളിക്കുകയാണെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കുറച്ച് ബോധവും കോമൺ സെൻസും ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ളവർ വിളിക്കാറില്ല, വെറുതെ ശല്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ പറ്റി ഞാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, പിക്കിളിൻ്റെ കാര്യത്തിന് വേണമെങ്കിൽ മാത്രം വിളിക്കുക, അല്ലാതെ വെറുതെ ലൂസ് ടോക്സിന് വേണ്ടിയിട്ട് വിളിക്കരുത്. അതിന് വേണ്ടിയിട്ടുള്ള സമയം എനിക്കുമില്ല, അമ്മയ്ക്കുമില്ല, അമ്മയ്ക്കൊട്ടുമില്ല. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് നിങ്ങളുടെ സമയവും വേസ്റ്റ്, ഞങ്ങളുടെ സമയവും വേസ്റ്റ്. അത് പറയുന്നത് ഒരു തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണോ എടുക്കാം. വീണ്ടും ഞാൻ പിക്കിളിൻ്റെ നമ്പർ ഷെയർ ചെയ്തേക്ക്, ആവശ്യമുള്ളവർക്ക് വിളിക്കാവേ. അപ്പോൾ വേദ ഡാൻസ് പ്രോഗ്രാം എല്ലാം കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മുടി വെട്ടാനായിട്ട്. ഞങ്ങൾ നേരെ തിരുമലയുള്ള സ്റ്റേ ആൻഡ് സ്റ്റൈലിലാണ് വന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം അവിടെ സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് പെർഫെക്റ്റ് ഓക്കെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വേദയുടെ മുടി വെട്ടുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. നല്ല തിക്കായിട്ടുള്ള എൻ്റെ അമ്മയുടെ ഹെയറിൻ്റെ ഒരു രീതിയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല വേവി ടെക്സ്ചറുള്ള നല്ല ഹെയർ കേട്ടോ വേദയ്ക്ക്. പക്ഷേ ഹെയർ ലോസ് ഉണ്ട്, എങ്കിലും അതനുസരിച്ച് വേദയ്ക്ക് തിക്നെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വെട്ടണമെന്ന് താല്പര്യമില്ല, വേദയ്ക്കും വലിയ താല്പര്യമില്ല. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് പറഞ്ഞു, അമ്മ എന്തായാലും മുടി വെട്ടാം, എന്തായാലും വളരുമല്ലോ, നമുക്ക് പോയി വെട്ടാമെന്ന് പറഞ്ഞിട്ട് വെട്ടുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം വെട്ടുമ്പോൾ എന്തായാലും നല്ല ഷോർട്ടായിട്ട് വെട്ടുന്നതേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം വെട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇത് നല്ല വേവി ഹെയർ ആയതുകൊണ്ട് ചിലപ്പോൾ ഷോർട്ടായിട്ട് വെട്ടിയിട്ടാലും നല്ല ഭയങ്കര ഭംഗിക്ക് കിടക്കുമെന്നുള്ള രീതിയിൽ ഞങ്ങൾ നല്ല ഷോർട്ടായിട്ട് ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോഴൊക്കെ ഭയങ്കര ഫാഷനിലൊക്കെ വെട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ മുടി പിടിച്ച് കെട്ടാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് വെട്ടണോ വേണ്ടെന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നിട്ട് രണ്ടും കൽപ്പിച്ച് നമ്മൾ മുടി വെട്ടുകയാണ്. നല്ല ഷോർട്ടാക്കി കേട്ടോ. വേദയ്ക്ക് ആക്ച്വലി ഇത്രയും ഷോർട്ടാക്കുന്ന ഇഷ്ടമല്ലായിരുന്നു, കുറച്ചുകൂടെ ഷോൾഡർ ലെങ്ത്താണ് വേദ പറഞ്ഞത്. ഞാൻ കുറച്ചുകൂടെ കയറ്റി വെട്ടാൻ പറഞ്ഞു. അങ്ങനെ നല്ല ഷോർട്ടാക്കി വെട്ടിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ വെട്ടിയപ്പോഴേക്കും. ലെയർ കട്ടാണ് പറഞ്ഞിട്ടുള്ളത്, കാരണം വേദയുടെ ഹെയർ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വേവി ആയിട്ട് കിടക്കുന്നത് കൊണ്ട് എപ്പോഴും വേദയ്ക്ക് ഞാൻ ലെയർ കട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കിടക്കും, നല്ല ഭംഗിയായിട്ടോ അത് കാണാനായിട്ട്. ഈ ഹെയർ കട്ട് ചെയ്യുന്ന ആളുടെ പേരാട്ടോ ചാന്ത്. പുള്ളിക്കാരൻ നന്നായിട്ട് സമയമെടുത്ത് ഓരോ കാര്യം ചെയ്യുള്ളൂ. ചീമയും ഇപ്പോൾ ഹെയർ സ്മൂത്തനിങ് ചെയ്ത് ഇവിടെ കേട്ടോ. ചീമയ്ക്കും ചെയ്ത് കൊടുത്തത് ചാന്താണ്. നല്ല കിട്ടലായിട്ട് സമയമെടുത്ത് ഞങ്ങളിവിടെ ഒരു 2 മണിക്കൂറെങ്കിലും ഇരുന്നിട്ടുണ്ടാവും കേട്ടോ. അത്രയേറെ സമയമെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പറക്കിയൊക്കെ അദ്ദേഹം ചെയ്തുള്ളൂ കേട്ടോ ചാന്ത്. അപ്പോൾ അവിടെ നിന്ന് മാനേജറോട് ഞാൻ ചോദിച്ചു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് സെറ്റ് ചെയ്ത് വിടണ്ട, കാരണം സെറ്റ് ചെയ്ത് വിട്ടാൽ അപ്പോഴത്തെ ഭംഗി ഉണ്ടാകത്തുള്ളൂ, ജസ്റ്റ് കട്ട് ചെയ്ത് ഡ്രൈ ചെയ്ത് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തോ ആ മുടിക്കൊരു വോളിയം തോന്നാനും ഒരു നാച്ചുറൽ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടി പുള്ളി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ട് മസാജിങ് എന്തൊക്കെയോ
എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മാനേജറോട് ചോദിച്ചപ്പോൾ പറയായിരുന്നു പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഹെയർ കട്ടിംഗ് ആണ് ലേഡീസിന്. അത്ര നീറ്റായിട്ട് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഞാൻ സമയം പോകുന്നില്ല, അങ്ങനെ അവരുടെ ബുക്ക് കാറ്റലോഗൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓഫേഴ്സ് ഇവിടെ റൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് യൂണിസെക്സ് സലൂണാണ്, ജെൻസിനും ലേഡീസിനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ജെൻസിനായാലും ലേഡീസിനായാലും ഒരുപാട് ഓഫേഴ്സൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓഫേഴ്സൊക്കെ കണ്ട് ഞാനിങ്ങനെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയേറെ ഓഫേഴ്സ് കൊടുക്കുന്ന വേറൊരു സലൂണിൽ ഞാൻ ഈ അടുത്തൊന്നും പോയിട്ടില്ല. അങ്ങനെ ഞാനതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദയുടെ തലയിൽ ചാന്ത് കുത്തബ് മിനാർ പണിയാട്ടോ. ഇനിയിപ്പോൾ അമ്മുമ്മ കാണുമ്പോഴാണ് ദൈവമേ ഇത്രയും ഈ കൊച്ചിൻ്റെ മുടി വെട്ടിക്കളഞ്ഞു എന്ന് ചോദിക്കുന്നത് കേട്ടോ. അമ്മൂമ്മയ്ക്ക് ഇഷ്ടമല്ല, അത് ഞാനായാലും മുടി വെട്ടുന്ന ഇഷ്ടമല്ല, വേറെയായാലും മുടി വെട്ടുന്ന ഇഷ്ടമല്ല, പിന്നെ ഒന്നും പറയില്ല. വെട്ടിക്കളഞ്ഞാടാ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു അയ്യോ എന്നുള്ളൊരു ഭാവമായിരിക്കും കേട്ടോ. എന്തായാലും വേദയുടെ മുടി നന്നായിട്ട് ഷോർട്ട് ചെയ്ത്, പിന്നെ ചൂടും കൂടെ അല്ലേ, അതുകൊണ്ട് അതുകൊണ്ടാണ് വേദ കേട്ടോ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്നാമത് കേളി ഹെയർ കൂടെ ആയതുകൊണ്ട് അത് ചീകി കോംബ് ചെയ്ത് ബ്രഷ് ചെയ്തൊക്കെ നീറ്റായിട്ട് അങ്ങനെ എപ്പോഴും സൂക്ഷിക്കാനൊക്കെ ഭയങ്കര പാട്. ചൂടൂടെ ആയതുകൊണ്ട് വിയർത്തുകൊണ്ടേയിരിക്കും. വേദയുടെ തല എപ്പോഴും നനവാണ്. ഇവർ 24 hours കളിയല്ലേ ഈ പിള്ളേരെല്ലാം കൂടി, ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വിയർത്തൊരുമാതിരി ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വേദ അമ്മ എന്തായാലും ഒന്ന് മുടി വെട്ടാമെന്ന് പറഞ്ഞിട്ട് വന്ന് മുടി വെട്ടിയത്. പക്ഷെ പേഴ്സണലി എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വെട്ടിയപ്പോൾ ഞാൻ എന്തായാലും അവൾ ഷോൾഡർ ലെങ്ത്ത് പറഞ്ഞു, ഞാൻ അപ്പോൾ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെ കയറ്റി അങ്ങ് വെട്ടാൻ പറഞ്ഞു കേട്ടോ. നല്ല രസമായിട്ട് കിടക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ചാന്ത് വേദയുടെ തലയിൽ കുത്തബ് മിനാർ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുള്ളിയാട്ടോ നമ്മുടെ സ്റ്റേൻ സ്റ്റൈലിൻ്റെ മാനേജർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകളാണ്. തൊട്ട് ഫ്രണ്ടിലാട്ടോ നമ്മുടെ കുശങ്കോട് അമ്പലം, ICICI ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സ്റ്റേൻ സ്റ്റൈല്. അപ്പോൾ നമ്മുടെ കുശങ്കോട് അമ്പലവും തൊട്ടടുത്തല്ലേ. അപ്പം മോൾ അമ്പലത്തിൽ പോകാൻ വന്നതാട്ടോ. അങ്ങനെ അച്ഛനെ കാണാൻ കയറിയതാണ്. അപ്പോൾ ഞാൻ കരുതി ഒരു ഹായ് മോളോട് പറയാമെന്ന് പറഞ്ഞിട്ട് മോളുടെ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടന്നു, ആരൊക്കെയോ അവിടെ വന്നു പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ടും വേദയുടെ തലയിലെ പണിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഫൈനൽ വേദയെ ചാന്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വേദയുടെ മുഖത്ത് ഒരു കുട്ടിത്തൊക വന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. മുടി ഉണ്ടായിരുന്നപ്പോൾ കുറച്ചുകൂടി ഏജ് ഫീൽ ചെയ്തല്ലോ, ഇപ്പോൾ ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ മകളായതുകൊണ്ട് എനിക്ക് തോന്നണതാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ മുടി വെട്ടിയിട്ട് പിന്നെ 1 മണിക്കൂർ പണിയുണ്ടായിരുന്നു ചാന്തിന് തലയിൽ. എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, സെറ്റ് ചെയ്തിട്ടൊന്നും ഒരു സമാധാനം കിട്ടുന്നില്ല കേട്ടോ ചാന്തിന്. ഞാൻ കാരണം ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ചാന്ത് സ്വന്തമായിട്ട് എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. വേദനയോട് ചോദിച്ചു, ഞങ്ങൾ നല്ല വെട്ടമുള്ളപ്പോഴാണ് ഇതിനകത്തേക്ക് കയറിയത് കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ നല്ല ഇരുട്ടായി. എത്ര നേരത്തെ പണിയായിരുന്നെന്നറിയോ. ഈ ഹെയർ കട്ട് ചെയ്ത ശേഷമായിരുന്നു കൂടുതൽ സമയം എടുത്തത്. എന്തായാലും നന്നായിട്ട് അവൻ ചെയ്ത് തന്നു കേട്ടോ ചാന്ത്. അപ്പം നിങ്ങളെവിടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ പേരും പറയുക, ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് വന്നതെന്ന് പറയുക. അതുപോലെ എല്ലാവരും നന്നായിട്ട് ചെയ്യും കേട്ടോ. ഇവൻ കുറച്ചുകൂടെ ആത്മാർത്ഥത ഉണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അവൻ്റെ പേര് പ്രത്യേകം പറഞ്ഞതാണ്. പിന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ചാന്ത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ ഇരിക്കേണ്ടി വരും. നമ്മളിവിടെ നിന്ന് ഹെയർ കട്ട് കഴിഞ്ഞ് ഇറങ്ങിയതും അപ്പുറത്തെ ദിയയും മുടി വെട്ടാനായിട്ട് ഇവിടെ സ്റ്റേൻ സ്റ്റൈലിൽ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയതും അവരിങ്ങോട്ട് കയറിയതും ഒരുമിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അവരുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 2-3 മണിക്കൂർ സമയത്തെ പരിശ്രമത്തിനൊടുവിൽ വേദയെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ചാന്തിൻ്റെ അടുത്താണ് നിങ്ങൾ മുടി വെട്ടാനോ സ്മൂത്തനിങ്ങിനോ കളറിങ്ങിനോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ സമയം ഒരുപാട് മാറ്റി വെച്ചിട്ട് വരിക. വന്നിട്ട് പെട്ടെന്ന് അവൻ്റെ അടുത്തുനിന്ന് പോകാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്കും വേണ്ടി പണി ചെയ്യുന്നുണ്ട്. ചീമയും പറയായിരുന്നു, ചീമയ്ക്ക് അവനാ ചെയ്തത്. എനിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു വേറൊരു ലേഡിയും ഇവനും കൂടിയാണ് ചെയ്തത്. ആ ലേഡി ആയിരുന്നു മെയിൻ. ആ ലേഡിയും നന്നായിട്ട് ചെയ്യും കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് നന്നായിട്ട് ചെയ്തു തന്നു. അപ്പോൾ ഇവിടുത്തെ ഓരോ സ്റ്റാഫും നല്ലതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. നല്ലൊരു സലൂണാണ്, നല്ല സർവീസാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് ബുക്ക് ചെയ്തിട്ട് പോയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇവർക്ക് 4-5 അവരുടെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് പോവാം. അപ്പോൾ വേദയെ ഹെയർ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വേദ ഒട്ടും സന്തോഷവതിയല്ല. ഒരുപാട് ഹെയർ കയറിപ്പോയി എന്നുള്ളൊരിതാണ്. കുറച്ചുകൂടെ ഇറക്കമാണ് വേദ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇത്രയും കയറ്റിയത് എന്തായാലും വളരുമല്ലോ, പെട്ടെന്ന് തന്നെ വളരും. കണ്ട നല്ല രസമായിട്ട് നല്ല ലെയറായിട്ട് കിടപ്പുണ്ട്. ഇതിപ്പോൾ ആ നനവോട് എന്തോ ഹെയർ സ്പ്രേ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഇട്ടൊക്കെ കേട്ടോ, അതുകൊണ്ടാണ് വല്ലാതെ കിടക്കുന്നത്. ഒന്ന് ഷാമ്പൂ ഒക്കെ ഇട്ടാൽ നല്ല പുഷിയായിട്ട് കിടക്കും കേട്ടോ, നല്ല രസമായിട്ട് കിടക്കും. അപ്പോൾ വേദയ്ക്ക് ഹെയർ സെറം കഴിഞ്ഞു. അങ്ങനെ ഹെയർ സെറം വാങ്ങാനായിട്ട് കയറിയതാണ്. ഞാൻ ഇവിടെയൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ, മാർജിൻ ട്രീയിൽ. അപ്പോൾ വേദയ്ക്ക് അറിയാം എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. വേദ എവിടെ നിന്നോ ചെന്ന് തപ്പി ഹെയർ സെറം ഒക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെ ഹെയർ സെറം എല്ലാം വാങ്ങി നേരെ
വീട്ടിൽ പോയി. ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.